സലാത്തല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ഗുണങ്ങളാണ് മഹല്ല് പരിപാലിക്കുന്നവർക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി എന്ന് പറഞ്ഞതുകൊണ്ട് പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഓതുന്ന ഒരായത്തും പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമാണ് എന്ന് മാത്രം നമ്മൾ ധരിച്ചു പോകരുത്. പള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു പ്രദേശത്തെ സെക്രട്ടേറിയറ്റാണ്. നമ്മുടെ ഒരു പ്രദേശത്തെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ പള്ളി. വെള്ളിയാഴ്ച ജുമുഅക്ക് ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രീകൃത സ്വഭാവം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ജുമുഅയും അതുപോലെ തന്നെ ജുമുഅ ഖുതുബയും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ പള്ളി. നമ്മൾ 5 വക്ത് ജമാഅത്തിന് ഒരുമിച്ച് കൂടുന്ന, പ്രത്യേകിച്ച് ജുമുഅക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നമ്മുടെ പള്ളി. ആ പള്ളി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച്, അത് പരിപാലിക്കേണ്ടവർക്കുണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് പടച്ചറബ് പറഞ്ഞപ്പോൾ 5 കാര്യം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി. ഇത് ഈ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു ഗുണമല്ല. ഈ പള്ളി പരിപാലിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യവുമല്ല, മറിച്ചോ ഈ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഉണ്ടാകണം എന്ന് പറയുന്നത്. സംസാരിക്കല്ലേ, ബഹളം വെക്കല്ലേ, ആരും ചായ കൊടുക്കലൊക്കെ അതിൽ കൊടുത്തോട്ടെ, സൈലന്റ് ആയിട്ട് കാര്യം ചെയ്യുക. ഈ സംഘടിപ്പിച്ചതിനും ഈ ഇരുന്നതിനും ഒരു പ്രയോജനം, തിരിച്ചു പോകുമ്പോൾ എന്തിനൊന്ന് കൊണ്ടുപോകാൻ വേണ്ടേ? അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്ര നല്ലൊരു ക്യാമ്പസ് ഒരുക്കി വളരെ മനോഹരമായി നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് പണിപ്പെട്ട് നിങ്ങൾ സംഘടിപ്പിച്ചൊരു ക്യാമ്പ്, കേവലം ഒരു പൊതുയോഗം പോലെയൊന്നും അല്ലത്. ഇതിനുവേണ്ടി ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ശരിക്ക് ഫലപ്രദമാകലും നമ്മൾ എന്ത് ഇവിടുന്ന് നേടിപ്പോകുന്നു എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. തെറ്റിദ്ധരിക്കരുത്, ചായയുടെ ഗൗരവം മാത്രം കാണരുത്, വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്. വെറും ഒരു കൂടിപ്പിരിയൽ എന്ന രീതിയിൽ ഒരുപാട് കൂടിപ്പിരിയൽ നമ്മൾ നടത്താറുണ്ട്, ഒരുപാട് സമ്മേളനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആളുകൾക്ക് എന്ത് കിട്ടി എന്നതിന് ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. തിരിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണമല്ലോ, ഒരു തിരിച്ചറിവെങ്കിലും. അതില്ലെങ്കിൽ പിന്നെ ഈ കൂടിയ പിരിയൽ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു വ്യക്തി ആരായിരിക്കണം എന്നാണ്. പള്ളി പരിപാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി തെരഞ്ഞെടുത്ത ആളുകൾ തൽക്കാലം അത് പരിപാലിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും പള്ളി പരിപാലിക്കേണ്ടവരാണ്. നമ്മുടെ മഹല്ലത്തിലെ ഓരോ ആളും പള്ളിയുടെ കമ്മിറ്റി മെമ്പറും പ്രസിഡന്റും സെക്രട്ടറിയും ആകാൻ പറ്റിയവരാണ്. പക്ഷെ സൗകര്യത്തിന് വേണ്ടി നമ്മളതിൻ്റെ ഇമാറത്ത് കുറച്ച് ആളുകളെ, ഒരു ഗ്രൂപ്പിനെ ഒരു കമ്മിറ്റിയായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ഈ പറയുന്നത്. ഒരു മഹല്ല് നിവാസിക്ക്, മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണമാണ് ഒന്ന്, മൻ ആമന ബില്ലാഹി. അവനെ നമ്മുടെ മഹലിനോട് കടപ്പാടുണ്ടാകൂ. പടച്ച റബ്ബിനെ പേടി വേണം. അള്ളാഹുവിനെ ഭയമുള്ള ഒരു തലമുറയായിരിക്കണം നമ്മൾ, പടച്ച റബ്ബിനെ പേടിക്കുന്ന ഒരു തലമുറ. രണ്ടാമത്തേത് വല്യൗമിൽ ആഖിർ, അന്ത്യനാളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്നൊരു ബോധവും വേണം. അപ്പൊ കാപ്പഡ്യം പോരാ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പടച്ചോനെ പേടി പോരാ. ആളുകളുടെ മുമ്പിൽ വലിയ മുത്തക്കിയായി, ആളുകളുടെ മുമ്പിൽ മാന്യനായി, ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിച്ച്, ജനങ്ങൾ കാണാൻ വേണ്ടി കുറേ നല്ല പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയാൽ പോരാ. മറിച്ച് ഇതിനൊക്കെ ഒരു കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന ബോധത്തോടു കൂടി, പരലോക ബോധത്തോടെയുള്ള പടച്ചോനെ പേടി വേണം. ചില ആളുകൾ കാപ്പഡ്യത്തിന്റെ ഭക്തി പ്രകടിപ്പിക്കും. അതൊന്നും ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ യൗമുൽ ആഖിറിലും വിശ്വാസം വേണം, പടച്ച റബ്ബിനും വിശ്വാസം വേണം. എന്താ യൗമുൽ ആഖിറിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം? മലക്കുകളിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കിതാബുകളിലെ വിശ്വാസം ഒക്കെ ഉണ്ടല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. പരലോകത്തെ വിശ്വാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ബാക്കിയൊക്കെ ഉൾപ്പെട്ടു. പക്ഷെ പരലോകത്തുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ കാപ്പഡ്യം കാണിച്ചാൽ പരലോകത്ത് അത് നഷ്ടമായിരിക്കും എന്ന തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടായിരിക്കണമെന്ന ബോധമാണ് പഠിപ്പിക്കുന്നത്. വല്യൗമിൽ ആഖിർ വ അഖാമ സ്വലാ. മൂന്നാമത്തെ ഗുണം നിസ്കാരം നിലനിർത്തണം എന്നതാണ്.
അള്ളാഹുവിനെ പേടിയും പരലോകത്തെ പേടിയുമുള്ള മനുഷ്യൻ നിസ്കരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെന്തിനാ അത് പറയുന്നത്? പിന്നെ അത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം പരച്ചവനെ പേടിയുള്ള ഒരു മനുഷ്യൻ, പരലോക ബോധമുള്ള ഒരു മനുഷ്യൻ നിസ്കാരം നിലനിർത്തുക എന്നത് ആ കേവല ബാഹ്യ പ്രക്രിയ മാത്രമല്ല, മറിച്ച് നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് ഇസ്ലാമികമായ ഐക്യമാണ്, ഒരുമ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ മുഅ്മിനീങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള ബോധം, ഒരുമയുടെ ബോധമാണ് ആദ്യം പഠിക്കേണ്ടത്. ഒരു ഇമാമിന്റെ കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു ഒരുമയുണ്ട്. ആ ഒന്നിപ്പ് ശരിക്കും നമ്മുടെ മുമ്പിൽ വേണം. നിസ്കാരത്തിന്റെ തുടക്കവും നിസ്കാരത്തിന്റെ ഒടുക്കവും മുഴുവൻ അതാ. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇയ്യാക നഅ്ബുദു എന്നോതും, അള്ളാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്ന വികാരം പ്രകടിപ്പിക്കണം എന്നാണ് ഖുർആന്റെ ഭാഷ്യം. ഞാനല്ല, ഞങ്ങൾ. ഈ ആയത്തിനെ വളരെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിപ്പെടില്ല. ഞങ്ങൾ എന്ന് തന്നെ പറയണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇയ്യാക നഅ്ബുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിസ്കാരം പിരിച്ചുവിടുന്ന സമയത്ത് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ പോലും നമ്മൾ പറയുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈന, അള്ളാഹുവിന്റെ രക്ഷ നമുക്ക് മേലുണ്ടാവട്ടെ. പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു സാമൂഹ്യ ബോധം, ഒരു ഒരുമ. അതിന്റെ രൂപത്തിലും ഒരു ഒരുമ. കാരണം ജമാഅത്തായിട്ട് നിർവഹിക്കണം. സൊഫ് നിൽക്കുമ്പോൾ വളയാൻ പാടില്ല, ഇടയിൽ വിടവ് വരാൻ പാടില്ല, ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ പിശാചടക്ക് കയറി നമ്മുടെ മനസ്സിനെ ഭിന്നിപ്പിക്കും. അപ്പൊ നിസ്കാരം മനുഷ്യന് പഠിപ്പിക്കുന്നത് ഒരുമയാണ്. അപ്പൊ മഹല്ലത്തിലെ ജനങ്ങൾക്ക് ഒരുമ വേണം. മുസ്ലിം മഹല്ലാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം, തമ്മിലടിക്കരുത്, ഭിന്നിക്കരുത്. അതാണ് മഹല്ല് ശാക്തീകരണത്തിന്റെ പ്രധാന ശക്തീകരണം. ഒരുമയാണ് നമ്മുടെ ശക്തി, മറ്റൊന്നുമല്ല. ആയുധബലമല്ല, ആൾബലമല്ല. വെട്ടുപാറ മഹലിൽ എത്ര ജനങ്ങളുണ്ട് എന്നതല്ല നമ്മുടെ ശക്തി. 500 വീടുണ്ട്, 1000 വീടുണ്ട്, അതൊരു ശക്തിയല്ല. 50 വീടുള്ളെങ്കിലും 50 വീടിലെ ആളുകൾ തോളോട് തോള് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? കാന്നഹും പുന്യാനും മറസു സോരായും ചേർത്ത ഉരുക്കുകോട്ട പോലെ അവർ ഒരുമിക്കുന്നുണ്ടോ ഇസ്ലാമിന്റെ വിഷയത്തിൽ? എങ്കിൽ പ്രശ്നം തീർന്നു. അതാണ് ശക്തി. നിസ്കാരം പോലെ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? സക്കാത്ത് കൊടുക്കുക എന്നൊരുപരി സാമ്പത്തിക ശുദ്ധീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളിയും മഹല്ലും പരിപാലിക്കേണ്ടവൻ ഒരു മുസ്ലിമായ മനുഷ്യൻ സമ്പത്ത് ശുദ്ധീകൃതമാക്കണം. അതിലൊക്കെ പുറമെ വലം യക്ഷ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ അല്ലാതെ ഒരുത്തനും പേടിക്കാനും പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിഷയം വരുമ്പോൾ കമ്മിറ്റിക്കാരെ ആൾക്കനുസരിച്ച് വിധിക്കാൻ പാടില്ല. മഹലിലെ മുസ്ലിം ജനങ്ങൾ ആൾക്കനുസരിച്ച് വിധി പറയാൻ പാടില്ല. വലം യക്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ, വേറൊരു മനുഷ്യനും ഭയപ്പെടാൻ പാടില്ല. ദീനിന്റെ വിഷയത്തിൽ പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ത് പറയുന്നു അത് മാത്രം നോക്കണം. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹല്ല് ശാക്തീകരണത്തിന്റെ പ്രാഥമിക പാഠം. ഈ കാര്യങ്ങൾ, ഈ 5 ഗുണങ്ങൾ, ഫഅസ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, ഈ 5 ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേർവഴിക്കാകും. നിങ്ങൾ നേർവഴിക്കാകാൻ മറ്റൊരാവശ്യമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മഹല്ലത്തിലെ ജനങ്ങളുടെ, മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നത് നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മുടെ മഹല്ലത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്താ? നമ്മുടെ മഹല്ലത്തിലെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ഓരോരുത്തരും എല്ലാ സ്ഥലത്തും എല്ലാവരും പ്രകടിപ്പിക്കേണ്ട വികാരം ഒരുപോലെ തന്നെയാണ്. നമ്മുടെ മഹല്ലിൽ അനിസ്ലാമിക പ്രവണതകൾ ഒന്നും ഉണ്ടാകാതെ കാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. നിങ്ങൾ ഈ മഹല്ലത്തിലെ ഒരു മുസ്ലിം പ്രതിനിധിയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ പടച്ചറബ് ശരിക്കും നമ്മളോട് ചോദിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു വാചകം, ഒറ്റ ആയത്ത്, ആയത്തിന്റെ തഫ്സീർ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ? നമ്മുടെ ചെറുപ്പക്കാർ ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ കുഴപ്പത്തെ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫിത്നയുണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അതിന്റെ പരിണിത ഫലം ബാധിക്കുക. എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? വെട്ടുപാറ മഹലിൽ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ വൃത്തികേട് ചെയ്തു എന്നിരിക്കട്ടെ. ഒന്നുകിൽ മദ്യപിച്ചു, അല്ലെങ്കിൽ വട്ടിപ്പലിശ വാങ്ങി, അല്ലെങ്കിൽ ഒരു വിചാരത്തിലേക്ക് പോയി. ആണാവട്ടെ പെണ്ണാകട്ടെ ഇസ്ലാമിന്റെ ധാർമ്മിക അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ആ നാട്ടിലുണ്ടാകുന്ന അനിസ്ലാമിക പ്രവർത്തനത്തിലൂടെ മനുഷ്യന് സംഭവിക്കുന്ന മൂല്യച്യുതി അവരെ മാത്രമല്ല ബാധിക്കുക, എല്ലാവരെയും അത് ബാധിക്കും.
എല്ലാവരെയും ബാധിക്കുമെന്ന് മാത്രമല്ല, ഈ സമൂഹം മുഴുക്കെ അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ട് തിക്തഫലം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിനെ വ്യാഖ്യാനിച്ചു പരിശുദ്ധ പ്രവാചകർ. ശരിക്കും ശ്രദ്ധിക്കണം എൻ്റെ സദസ്സിലുള്ള ആളുകൾ. ഈ സമൂഹം, നമ്മൾ ഇപ്പോൾ ഈ പുഴയോരത്ത് മനോഹരമായ ഈ മണൽത്തിട്ടയിൽ ഒരു ചെറിയ ക്യാമ്പസ് പോലെ നമ്മൾ ഇവിടെ കെട്ടിപ്പൊക്കി മനോഹരമായി നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിക്കുക. പരിശുദ്ധ പ്രവാചകർ പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു കപ്പലിലാണ്. നമ്മുടെ മഹല്ലൊരു കപ്പൽ പോലെ കണക്കാക്കുക. എൻ്റെ വകയല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുത്തൂതര പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കപ്പലിൽ ഇരിക്കുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കും. ഈ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ദീനാകുന്ന കപ്പൽ, മഹല്ല് ദീന. ദീനാകുന്ന കപ്പലിൽ സ്വർഗമാകുന്ന തീരം തേടി സഞ്ചരിക്കുന്ന നമ്മൾ. ഏതാണ് ഈ കടൽ? ദുനിയാവ്. ദുനിയാവാകുന്ന കടലിൽ, ദീനാകുന്ന കപ്പലിൽ സ്വർഗമാകുന്ന തീരം തേടി സഞ്ചരിക്കുന്ന ഒരു സംഘമാണ് ഞാനും നിങ്ങളും. നിങ്ങൾ അങ്ങനെ മനസ്സിൽ കരുതുക. പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നു, ഇന്ന ഖൗമൻ റക്കിബു സഫീനത്തൻ. ജനസമൂഹം ഒരു കപ്പലിൽ കയറിയിരിക്കും. നമ്മളിപ്പോൾ ഒരു കപ്പലിലാണ്. നമ്മളിപ്പോൾ ഒരു കപ്പലിലാണുള്ളത്. ഈ കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഫഅഖദ കുല്ലു വാഹിദിൻ മിൻഹും മൗദിഅഹു. കപ്പലിലെ ഓരോ അംഗവും അവൻ്റെ സീറ്റ് ശരിക്കും പിടിച്ച് ഓരോരുത്തർക്ക് സീറ്റ് കിട്ടി. നിങ്ങൾക്ക് ഓരോ സീറ്റ് കിട്ടിയിരുന്നു. നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു സീറ്റിലാണ്. ശരിക്കും ഈ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ കപ്പലിൽ ഇങ്ങനെ സീറ്റ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഹദീസാണ് ഈ പറയുന്ന മനോഹരമായ ഹദീസ്. ഏത് പൊട്ടനും ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. നിങ്ങളൊക്കെ ഓരോ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മൾ പോയി. നമ്മളിങ്ങനെ സഞ്ചാരം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അങ്ങനെ തന്നെ ഹദീസ്. കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു മഴു എടുത്തിട്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഈ മഴു എടുത്ത് അവൻ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫഖാലു, ബാക്കിയുള്ള ആളുകൾ ചോദിച്ചു, മാദാ തസ്നഉ, എന്താണ് നീ ചെയ്യുന്നത്? നമ്മളൊരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ കപ്പലിൻ്റെ അടിപ്പലകക്ക് ഒരു ദ്വാരമിടാൻ വേണ്ടി ഒരു മഴു കൊണ്ട് അവൻ കുഴിക്കുന്ന ഒരു രംഗം കണ്ടാൽ എങ്ങനെയാ പറയാ നമ്മൾ? നീ എന്ത് പണിയാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അവൻ പറഞ്ഞ എന്താ? ഹാദാ മൗദിഇ, ഇതെന്റെ സ്ഥലമാണ്. അസ്നഉ മാ ശിഅ്തു, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. ഇതെന്റെ സ്ഥലമാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. ഈ സ്ഥലം എൻ്റെതാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോന്ന് പറഞ്ഞു. ഏതുപോലെ നമ്മളിപ്പോൾ അവിടെ മനോഹരമായിട്ട് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വായും പൊളിച്ച് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ബഹളമയമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ മാത്രം ശ്രമിച്ചാൽ എന്താ അവൻ്റെ അവസ്ഥ? ഞാൻ എൻ്റെ പണിയെടുക്കുന്നു, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലം ഞാൻ കുഴിക്കും, ഇത് എനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലമാണ്, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. പച്ച മലയാളത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആ ഹദീസിൽ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലം യഖുദു അലാ യദൈഹി, അവന്റെ രണ്ട് കൈയും പോയിട്ട് നിങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിൽ, ആ കുട്ടിന്റെ കൈ പോയിട്ട് നിങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിൽ, ഫഹലക, അവൻ നശിക്കുന്ന മാത്രമല്ല, ഹലകു ജമീഅൻ, മുഴുവൻ ആൾക്കാരും നശിക്കും. എല്ലാ ആളുകളും നശിക്കും. നാശത്തിലേക്ക് ആ കപ്പൽ മുങ്ങും, ഉറപ്പാ. നമ്മുടെ മഹല്ല് മുങ്ങും. ഈ മഹല്ലത്തിൽ കുറച്ച് കുട്ടികൾ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ, മൈൻഡ് ചെയ്യാതെ നിങ്ങളെ പണിയായിട്ട് മുന്നോട്ട് പോയാൽ ഈ നാട് നശിക്കും, ഉറപ്പാണ്. നാട് നശിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാളെ ഈ നാട് നശിച്ചത് ഈ കുട്ടികൾ ഇത് ചെയ്തപ്പോൾ അവരെ തടുക്കാത്ത ആളുകൾ ഉത്തരവാദികളാണ്. എന്താ തെളിവ്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ വചനങ്ങളും പരിശുദ്ധ ഖുർആനും തന്നെ വേറൊന്നും പറയണ്ട. ഇന്നല്ലാഹ സായിലു കുല്ല റാഇ, ഇന്നല്ലാഹ സായിലുൻ. എന്താ ഹദീസിന്റെ അകത്ത്? എവിടെ ഈ ഹദീസൊക്കെ നമ്മൾ വെച്ചത്? ഇന്നല്ലാഹ സായിലുൻ, തീർച്ചയായും പടച്ച റബ്ബ് ചോദിക്കും. സായിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവനല്ലേ. ഇന്നല്ലാഹ സായിലുൻ, അള്ളാഹു ചോദിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആരോട്? കുല്ല റാഇ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഓരോരുത്തരോടും. നിങ്ങൾ ഗൃഹനാഥനാണോ? നിങ്ങളെ മക്കൾ പഴച്ചാൽ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ മഹല്ല് കമ്മിറ്റി മെമ്പറാണോ? നിങ്ങളോട് ചോദിക്കും പടച്ച റബ്ബ്. നിങ്ങളെ മഹല്ലിൽ തമ്മാടിത്തം നടന്നാൽ, നിങ്ങൾ ഈ അങ്ങാടിയിൽ ദിവസം കയറി പോകുന്ന ആൾക്കാരാണോ? ഈ അങ്ങാടിയിൽ വൃത്തികേട് നടന്നാൽ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടന്നാൽ പടച്ച റബ്ബ് നാളെ നിങ്ങളോട് ചോദിക്കും, ഉറപ്പാ. അമ്മസ്തർആഹു, നിങ്ങളുടെ ഡ്യൂട്ടി ഏൽപ്പിച്ച, എന്താ നിങ്ങൾ ഏൽപ്പിച്ച ഡ്യൂട്ടി? നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, തിന്മ കാണുമ്പോൾ തടയാൻ ശ്രമിക്കുക.
കഴിയുന്ന വിധത്തിൽ താൻ ശ്രമിക്കും. ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ സംഘടിതമായി മഹല്ല് കമ്മിറ്റി തടഞ്ഞോട്ടെ, നിങ്ങൾ കൂടി കൊടുത്താൽ മതി. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പടച്ചറപ്പ് ചോദിക്കും, രണ്ട് ചോദ്യം. നിന്നെ ഏൽപ്പിച്ച ജോലി നീ മര്യാദയ്ക്ക് ചെയ്തോ അതോ ചെയ്തില്ലേ? ഹഫില, നീ സൂക്ഷിച്ച് ചെയ്തോ? ഞാൻ പറഞ്ഞ പണി നീ എടുത്തോ? എന്താ ഞാൻ പറഞ്ഞ പണി? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിലേക്ക് എന്റെ ഖലീഫയായിട്ടാണ് നിന്നെ അയച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഏറ്റെടുത്ത് റെപ്രസെന്റേറ്റീവാ നമ്മള്. എന്താ റെപ്രസെന്റേഷന്റെ ഉദ്ദേശം? എന്താ റെപ്രസെന്റേഷൻ? പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞയച്ച ആൾ എന്താ ഏൽപ്പിച്ചത് ചെയ്തോളാം. അള്ളാഹു ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചപ്പോ റെപ്രസെന്റേറ്റീവാ നമ്മൾ. പടച്ചറപ്പിന്റെ പ്രതിനിധി ഖലീഫ. പടച്ചറപ്പ് നമ്മൾ ഏൽപ്പിച്ച കുറച്ച് പണിയുണ്ട്, അത് ചെയ്യണം. ആ പണി ദഅവത്താണ്. പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, തിന്മ തടയുക. അള്ളാന്റെ ദീൻ നമ്മളെ മക്കളെ വികലമാക്കുമ്പോൾ മക്കളെ ചെയ്യല്ല മക്കളെ എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം അതിനുള്ളത്? സങ്കടമുള്ള കാര്യമില്ലേ? പരിശുദ്ധ പ്രവാചകന് ഗൗരവത്തോടെ പറയണം. വേറൊരു ഹദീസുണ്ട്, നാളെ നമ്മളൊക്കെ മരിച്ചു ചെന്നിട്ട് മഹ്ശറ വൻസഭയിൽ ഇതുപോലെ നിൽക്കുമല്ലോ. പടച്ചറബ് വിളിച്ചിട്ട് ഓരോരുത്തരോടും ചോദിക്കാൻ പറയുമ്പോൾ, മാ മനഹക്ക, എന്തേന്ന് പറഞ്ഞാൽ എനിക്ക് തടസ്സം, നിനക്ക് എന്തേന്ന് ബുദ്ധിമുട്ട്? ഇത് റഅയ്തൽ മുങ്കറ അൻ തുങ്കിറഹു, നിന്റെ മൂക്കിന്റെ മുമ്പിൽ ഒരു വൃത്തികേട് കണ്ടിട്ട് അത് ചെറുക്കാൻ നിനക്ക് എന്തേന്ന് തടസ്സം? നീ എന്തേ ചെറുത്തില്ല? നിന്റെ മുമ്പിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നേരിട്ട് കണ്ടിട്ട് നീ എന്തുകൊണ്ട് തടഞ്ഞില്ല? ആ ചോദ്യത്തിന് എന്താ നമ്മൾ മറുപടി പറയാ? മറുപടി കണ്ടുവച്ചില്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ മഹ്ശറ വൻസഭയിൽ നമ്മൾ വേർക്കും. പടച്ചറപ്പ് നമ്മളെ കാക്കുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോ, ഞാനടക്കമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, നമുക്ക് ഏതായാലും ഇപ്പൊ നാട് നന്നാക്കാനൊന്നും കഴിയില്ല. നമ്മൾ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് നമ്മുടെ മൂലയിൽ ഇരിക്കാന്നല്ലാതെ നാടൊന്നും ഇപ്പൊ നന്നാവൂല. ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ നല്ല പണിയെടുത്തോളാം, അല്ലാതെ എനിക്കിപ്പോ നാട്ടിലെ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ കഴിയില്ല എന്ന് കരുതി ഒരാൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് നിഷ്ക്രിയത്വം എന്നാ പറയുന്നത്. ഈ നിഷ്ക്രിയത്വമാണ് നിങ്ങൾ തുടരുന്നത് എങ്കിൽ അതിഗൗരവത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധത നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ഉദാഹരണമുണ്ട്. ഒരൊറ്റ ഗ്രാമം, ഒരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. വളരെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ചായ കുടിക്കുന്നവനും കൊടുക്കുന്നവനും ശ്രദ്ധിച്ചോ, രണ്ടും പെട്ട ആൾക്കാർ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാം, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ കുറച്ചാളുകൾ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് തിന്മ ചെയ്ത് തമ്മാടിത്തം ചെയ്ത് ഏതാണ്ട് മുച്ചൂടും ആ ഗ്രാമം. ഈ തിന്മക്കൊരു പ്രത്യേകത ഉണ്ട്, അത് സാംക്രമിക രോഗം പോലെയാണ്. ഇന്ന് 10 ആളുണ്ടെങ്കിൽ നാളെ 11 ആകും, 12 അങ്ങനെ വർദ്ധിച്ചു വരും. വൃത്തികേട് വേഗം വർദ്ധിക്കും, അതങ്ങനെയാണ്. ചില കാര്യങ്ങൾ കൃത്യമായി പറയാറുണ്ട്. തിന്മ വളരാൻ മൗനം മതി, നന്മക്ക് കുറെ പണിയെടുക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഒരു വിളവ്, ഒരു കൃഷി, ആ കൃഷി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കൃഷി ശരിക്കും വളരണമെങ്കിൽ കള പറിക്കാൻ നിൽക്കണം, വെള്ളം ചേർക്കാൻ നിൽക്കണം, വളം ചേർക്കാൻ വളരെ പാടുപെടേണ്ടി, ദിവസം പോയി നോക്കണ്ടേ. നേരെ മറിച്ച് നിങ്ങൾ ഒരു പറമ്പ് വെറുതെട്ടാൽ അവിടെ വൃത്തികെട്ട കളകൾ, വൃത്തികെട്ട കുറെ ചെടികൾ വെറുതെ വളർന്നു വരും. ഒന്നും ചെയ്യേണ്ട, മിണ്ടാതിരുന്നാൽ മതി, നിങ്ങൾ പോയി നോക്കണ്ട. അത് കാട് കിട്ടും കുറച്ച് ദിവസത്തിനുള്ളിൽ. തിന്മ വളരാൻ മൗനം മതി, നന്മ വളരാൻ പ്രവർത്തനം വേണ്ടി. എന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഈ തിന്മകൾ ഇങ്ങനെ വളർന്ന് പെരുകും. തിന്മ വളർന്ന് പെരുകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദേശത്ത് ശിക്ഷ ഇറക്കും. അത് പടച്ചറബിന്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ പടച്ചറബ് ഒരു ഗ്രാമത്തിലേക്ക് ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു. ശിക്ഷ ഇറങ്ങാൻ തീരുമാനിച്ചു. അള്ളാഹു മലക്കുകളെ വിളിച്ചു. അൻസലല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൈനി ഇലാ ഖറിയ, ആ ഗ്രാമത്തിലേക്ക് പടച്ചറബ് 2 മലക്കുകളെ പറഞ്ഞേക്ക്. ശ്രദ്ധിക്കണം ഭാഗം, 2 മലക്കുകളെ പടച്ചറബ് ആ ഗ്രാമത്തിലേക്ക് പറഞ്ഞേക്കും. ആ 2 മലക്കുകളോട് പടച്ചറബ് പറയുന്നു, അനിഖ്ലിബ് മദീനത കദാ വ കദാ, ഇന്നാലിന്ന ഗ്രാമത്തെ നിങ്ങൾ അങ്ങ് കീഴ്മേൽ മറിച്ച് അടിമേൽ മറിച്ചിട്ടേക്ക്, വേണ്ട ആ ഗ്രാമം എനിക്ക് വേണ്ട, ജനങ്ങളൊക്കെ പോട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷ ഒരു സമൂഹത്തിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തെ പടച്ചറബ് വെറുത്തിട്ട് പറയുന്നൊരു വാക്കാണ്, അവരെന്നെ അംഗീകരിച്ചിട്ടില്ല, എന്റെ ദീൻ അവർ കൊണ്ടു നടന്നിട്ടില്ല, അത്രമാത്രം അതിക്രമികളാണ്. സൊദോമ ഗോത്രത്തൊക്കെ അടിമേൽ മറിച്ച പോലെ ഭൂമി അടിമേൽ മറിച്ചിട്ട് നശിപ്പിക്കാൻ പറഞ്ഞു പടച്ചറബ്. അങ്ങനെ നശിപ്പിക്കാൻ പടച്ചറബ് ഉത്തരവിട്ട സമയത്ത് 2 മലക്കുകളും ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നു. 2 മലക്കുകൾ ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച എന്താ? ജനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ തമ്മാടികളും വൃത്തികെട്ടവരുമായി വൃത്തികേട് ചെയ്തുകൊണ്ട് അതിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാരെ നശിപ്പിക്കപ്പെടേണ്ടവരെന്നാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു കുഴപ്പം,
ആ ഗ്രാമമുഖത്ത് ഒരു മനുഷ്യൻ, നല്ലവനായ ഒരു മനുഷ്യൻ, ഒരു പർണശാല കെട്ടി മനോഹരമായിട്ട് അദ്ദേഹം നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. ഇയാൾ തക്ബീർ കെട്ടി നിസ്കാരത്തിലാണ്. അദ്ദേഹം ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ നിസ്കാരം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ മലക്ക് കാണുമ്പോൾ മലക്കുകളുടെ രണ്ടുപേരുടെയും മനസ്സിൽ പേടി. പടച്ച റബ്ബേ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ എങ്ങനെ നശിപ്പിക്കുക? ബാക്കിയുള്ളവരൊക്കെ തമ്മാടികളാണ്, പക്ഷെ ഗ്രാമം അടിമയിൽ മറിച്ചാൽ ഇപ്പം ഇവിടെ വെള്ളം കൊണ്ട് മുങ്ങുകയാണെങ്കിൽ ഇവിടെ സ്റ്റേജിലും സദസ്സിലുമുള്ള മുഴുവൻ ആൾക്കാരും മുങ്ങുമല്ലോ. കള്ള് കുടിച്ചോനും മുങ്ങും, കാതിയരും മുങ്ങും, ഉറപ്പാ, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്ന പോലെ ആ ഗ്രാമം അടിമയിൽ മറിച്ചാൽ മുഴുവൻ ആൾക്കാർ അബദ്ധപ്പെട്ടു എന്ത് ചെയ്യും? അപ്പോഴാണ് പരിശുദ്ധ ദീൻ പറയുന്നത് ഫഅറജ അഹദുഹുമാ ഇലല്ലാഹ്. ഹദീസിലെ ഫഅറജ അഹദുഹുമാ ഇലല്ലാഹ്, ഒരു മലക്ക് നേരെ പടച്ച റബ്ബിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, റബ്ബന വജദന അബ്ദക ഫുലാനൻ ഖായിമൻ യുസല്ലി. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, വജദന, ഞങ്ങൾ കണ്ടു, ആ ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ടു, അബ്ദക ഫുലാന, നിന്റെ ഒരു അടിമയെ, ഖായിമൻ യുസല്ലി, പടച്ചവനെ, ആ ഗ്രാമത്തിൽ നിന്റെ പ്രിയപ്പെട്ട ഒരടിമ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അയാളിങ്ങനെ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെ ആ ഗ്രാമം നശിപ്പിക്കാനാ? നടക്കൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി മലക്കിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് അവനെ പിടിക്കും. ആദ്യം നിങ്ങൾ പോയിട്ട് അവനെ പിടിക്കും, എന്നിട്ട് നിങ്ങൾ ആ ഗ്രാമത്തെ നശിപ്പിക്കും. നിസ്കരിക്കണോനെ ആദ്യം പിടിക്കാൻ പറയും. മലക്കുകളാകെ ബേജാറായി. പടച്ചവനെ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ എന്തിനാ ഞങ്ങൾ പിടിക്കേണ്ട ആവശ്യം എന്താ? ആ നിസ്കരിക്കേണ്ട മനുഷ്യനെ ഞങ്ങൾ എന്തിനു പിടിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറഞ്ഞ മറുപടി, ഫഇന്നഹു മാ തമഅറ വജ്ഹുഹു ഫിയ ഖത്തു. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അവന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക്. ആ ജനങ്ങൾ മുഴുവൻ തമ്മാടികളും തിന്മ ചെയ്യുന്നവരും വൃത്തികേട് ചെയ്യുന്നവരുമായി മാറിയിട്ട് മാ തമഅറ വജ്ഹുഹു, അവന്റെ മുഖത്തൊരു ഭാവപ്രകടനം ഞാൻ കണ്ടില്ലല്ലോ. തമഅറ എന്നുള്ള അറബി പദത്തിന്റെ നേരെ അർത്ഥം നമ്മൾക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത എടങ്ങേറുള്ള ഒരു സംഗതി കണ്ടാൽ മനുഷ്യന്റെ മുഖത്തുണ്ടാകുന്ന ഒരു എടങ്ങേറിന്റെ ഭാവം, മനസ്സിലെ എടങ്ങേറ് മുഖത്തുനിന്ന് കാണും. ജനങ്ങളൊക്കെ കള്ളു കുടിച്ച് ദീന് നശിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഒരു ഇടങ്ങറുണ്ടാവും, ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ എന്നാലും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അവന്റെ മുഖത്ത് എൻ്റെ ദീൻ അവിടെ നശിക്കുന്നത് കണ്ടിട്ട് ഒരു സങ്കടവും എൻ്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓ നിസ്കരിച്ച് നേരെ സ്വർഗത്ത് പോകാൻ നിൽക്കണം. ആർക്കും അവന്റെ നിസ്കാരം വേണ്ടത്? പിടി അവനെ. പടച്ചറ ബാദ്യം പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട് കുട്ടിച്ചോറാ മങ്ങൾ വലിയ ദിക്റും സ്വലാത്തും ചൊല്ലി പള്ളിയിരുന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം ദിക്റും സ്വലാത്തൊന്നും വേണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് എന്താ? തിന്മ ചെയ്യുന്നവന്റെ കൈക്ക് പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക്. പിടിച്ചു വെക്കാൻ പറ്റുന്നവനെ പിടിച്ചു വെക്കുക, പറഞ്ഞു നിർത്താൻ പറ്റുന്നവനെ പറഞ്ഞു നിൽക്കുക, നിസ്സഹകരിച്ച് മാറ്റാൻ പറ്റുന്നവനെ നിസ്സഹകരിച്ച് മാറ്റുക. സാധിക്കുകയും മനസ്സുണ്ടെങ്കിലും വെറുക്കുക. ആ ഏർപ്പാടിനോട് നമ്മൾ സമരസപ്പെടാൻ പാടില്ല. എന്ത് ചെയ്താൽ വൃത്തികേട് ചെയ്യുന്നവരോട് ഒരു നിലക്കും സഹകരിച്ച് വട്ടിപ്പലിശ വാങ്ങുന്നവനാണോ അത് ഉറപ്പാണോ? ദഴവത്ത് നിലനിൽക്കുക ആ വ്യക്തിയെ വശനാക്കാതെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറയണം, മോനെ ഈ വട്ടിപ്പലിശന്റെ ഏർപ്പാട് നിർത്തണട്ടോ, അള്ളാന്റെ ദീനിൽ സെബൽ മൂവിക്കാത്താണ് പലിശ ചെയ്യല്ല മോനെ. ഒറ്റയ്ക്കെങ്കിലും വിളിച്ച് പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല എങ്കിൽ ഓന്റെ വീട്ടിൽ കല്യാണം വെക്കുമ്പോൾ ഹറാമിന്റെ മുതൽ തിന്നാൻ വരി വരിയായിട്ട് പോണ്ട. അവനുണ്ടാക്കുന്ന വിഭവം തിന്നുകൊണ്ട് നിങ്ങളെ വയറ് നാശാക്കണ്ട. നിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വരാൻ പറ്റൂല മോനെ, നിന്റെ പൈസ വട്ടിപ്പലിശ എന്ന് എനിക്കറിയാം, എന്നോട് എനിക്ക് സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, തൽക്കാലം ഞാൻ ഇല്ല എന്ന് അവനോട് പറഞ്ഞൂടെ? എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ച ഈ വാക്ക് നമ്മൾ പറയാറുണ്ടോ? ഇന്ന് തിന്മയോട് സമരസപ്പെടാത്തവരാരാളുള്ളത്? തെമ്മാടിത്തം ചെയ്യുന്നവന്റെ ഔദാര്യം സ്വീകരിക്കാത്തവനാരാളുള്ളത്? എന്ത് ദീനാ നമ്മുടെ കയ്യിലുള്ളത്? ഒരു മഹല്ലും മഹല്ലത്തിലെ ജനങ്ങളും തീരുമാനിച്ചാൽ ആ മഹല്ലിൽ നിന്ന് തിന്മ പടികടന്നു പോകും. ആൺകുട്ടികളെ പോലെ ദീൻ നടത്താൻ നമ്മൾ തയ്യാറായാൽ പടികടക്കും. ഒരു തിന്മയും പിന്നെ അവിടെ ഉണ്ടാവില്ല. ഒരു മനുഷ്യനും എത്ര വലിയവനാണെങ്കിലും പരസ്പര സഹകരണമില്ലാതെ ജീവിക്കാൻ ഒരുത്തനും കഴിയില്ല. മഹല്ല് കമ്മിറ്റി ആ പ്രശ്നത്തെക്കുറിച്ച് ആധികാരികമായി തീരുമാനമെടുത്താൽ നിങ്ങൾ കൂടെ നിന്നു കൊടുക്കണം. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് വ്യാപകമായി വരുന്ന തിന്മകൾക്കെതിരെ സമൂഹത്തെ ജാഗരൂകരാക്കാൻ വേറെന്താ മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. എത്രയോ ആളുകൾ അങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ലേ? പടച്ച റബ്ബ് ഇതുപോലെ തിന്മ ചെയ്ത സമൂഹത്തെ നശിപ്പിച്ചിട്ടില്ലേ? ഇന്നി മുഹ്ലികും മിൻ ഖൗമിക 40,000 മിൻ ഖിയാരിക്കും വ60,000 മിൻ ശിറാരിക്കും എന്നൊക്കെ പറഞ്ഞെന്താ? നിങ്ങളുടെ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ തിന്മ ചെയ്തത് കൊണ്ട് മറുവിഭാഗത്തെ അല്ലാതെ ഞാൻ നശിപ്പിക്കുന്നു എന്ന് പടച്ച റബ്ബ് പറഞ്ഞല്ലോ.
പടച്ചറപ്പിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകനോട് പടച്ചറപ്പ പറഞ്ഞു. എന്താ പ്രവാചകൻ തിരിച്ചു വെച്ചത്? പഠിച്ചവനെ, മോശപ്പെട്ട മനുഷ്യന്മാരെ നീ നശിപ്പിച്ചോ, കുഴപ്പമില്ല. 40 അൽഫം മിൻ ഖിയാരിക്കും വ 60 അൽഫം മിൻ ഖിയാരിക്കും വ 40 അൽഫം മിൻ ശിറാരിക്കും എന്നാ പറഞ്ഞത്. 40,000 60,000 വേർതിരിച്ചു പടച്ചറപ്പ്. ഒരു ഭാഗം തിന്മ ചെയ്യുന്നവരും ഒരു ഭാഗം നന്മ ചെയ്യുന്നവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയണം. പ്രവാചകൻ പടച്ചറപ്പിനോട് ചോദിച്ചു, പടച്ചവനെ, തിന്മ ചെയ്യുന്നവരെ നിനക്ക് നശിപ്പിക്കാം, അതെനിക്കറിയാം. ഫമാ ബാലുൽ അഖിയാർ, നല്ല മനുഷ്യന്മാരെന്തിനാ നശിപ്പിച്ചത്? അതിന് പ്രവാചകനോട് പടച്ചറപ്പ് പറഞ്ഞ മറുപടി, ആ സമുദായത്തിന്റെ കടമ അവർ നിർവഹിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്ന ആളുകളോട് നിർത്തു മക്കളെ എന്നവർ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞ പോലെ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അതന്നെ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞ വാചകമാണത്. തിന്മ ചെയ്യുന്നവരോട് ചെയ്യരുത് എന്നെങ്കിലും പറയാനൊരു കടമ നമുക്കുണ്ട്. അത് പറയാതിരുന്നാൽ നമ്മളും തിന്മക്കൊപ്പം നിന്നവരാകും, ഉറപ്പാ. കള്ളു കുടിക്കുന്നവന്റെ കൂടെ ഫലാ തുജാലിസൂഹു, നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവന്റെ കൂടെ ഇരിക്കരുത്. അവന്റെ കൂടെ ഇരുന്നാൽ എന്താ? അത് അവനോടുള്ള സഹകരണമാണ്. അവനോട് നിങ്ങൾ സഹകരിച്ച് പോകരുത്. തിന്മയോട് സഹകരിക്കരുത്. അവനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ദഅവത്ത് നടത്തിയിട്ട് സത്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ തിന്മ പകരും. ആ രീതിയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഈ തിന്മകൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം. നമ്മുടെ സമൂഹത്തിൽ വട്ടിപ്പലിശയുണ്ട്, വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, എല്ലാ തിന്മകളുണ്ട്. ഈ തിന്മകൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ ശരിക്കും നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. നമ്മുടെ സമൂഹത്തിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യണം മഹല്ല് ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, മഹല്ലിൽ ആദ്യം ഇസ്ലാം ഉണ്ടാവണം. കുറെ കുട്ടികൾ മദ്യപിച്ചും, കുറെ കുട്ടികൾ വ്യഭിചരിച്ചും, കുറെ കുട്ടികൾ വട്ടിപ്പലിശ വാങ്ങിയും, കുറെ ആളുകൾ പള്ളിക്ക് വരാതെയും നിസ്കരിക്കാതെയും ജമാഅത്തിന് വരാതെയും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പേഴ്സണലി അപ്രോച്ച് ചെയ്തിട്ട് ഓരോരുത്തരെയും പിടിച്ചിട്ട് നീ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ഒരു സ്ക്വാഡ് പ്രവർത്തനത്തിലൂടെയോ ഏത് രീതിയിൽ നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ പറ്റുമോ, ഒറ്റക്കോ കൂട്ടായോ അവനെ കണ്ട് പറഞ്ഞ് പള്ളിയിലെത്തിച്ച് നിസ്കരിപ്പിച്ച് അവൻ ഇസ്ലാമിക ബോധമുണ്ടാക്കി അതിന് പഠന ക്ലാസ് വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ അവർ ഉയർത്തിക്കൊണ്ടുവരണം. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്, വളരെ പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത് വിജയിക്കണമെങ്കിൽ ഈ മഹല്ല് കമ്മിറ്റി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാവണം. കേവലം ഈ സമൂഹത്തോട് നന്മകൾ പ്രസംഗിക്കാനും നന്മകൾ പറയാനും അംറും ബിൽ മഅറൂഫിന്റെ വടി കയ്യിലേന്താനും മാത്രം ഒരു കമ്മിറ്റി ഉണ്ടായ ജനം അംഗീകരിക്കൂല, ആരും അംഗീകരിക്കൂല. നന്മകൾ കൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കമ്മിറ്റിയെ ഒരിക്കലും സമൂഹം അംഗീകരിക്കൂല. ആ നന്മ കൽപ്പിക്കുന്നത് എൻ്റെ ക്ഷേമത്തിനാണെന്ന് അവന് ബോധ്യം വരണം. അതെപ്പോഴാ ബോധ്യം വരിക? അത് ബോധ്യം വരണമെങ്കിൽ അവന്റെ ക്ഷാമത്തിലും നിങ്ങൾ അവന്റെ കൂടെ ഉണ്ടാവണം. അവൻ പട്ടിണി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മഹല്ല് കമ്മിറ്റിയെയും മഹല്ലിലെ ജനങ്ങളെയും അവൻ അംഗീകരിക്കൂല. അവനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവന്റെ സതുപദേശം അവന് വേണ്ട. അപ്പൊ അവന്റെ പ്രശ്നത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും? മഹല്ല് ശാക്തീകരണത്തിന്റെ പ്രധാന ഘട്ടം ഒന്നതാ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലത്തിൽ ശരിക്കൊരു മഹല്ല് സെൻസസ് നടത്തണം. നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഒരു മഹല്ല് സെൻസസ് ശരിക്കും നടത്തിയിട്ട് നമ്മുടെ മഹല്ലത്തിൽ എത്ര ആളുകളുണ്ട്, അതിൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ എത്രയുണ്ട്, സാമ്പത്തിക മോശമുള്ളവർ എത്രയുണ്ട്, കൃത്യമായിട്ടൊരു കണക്കെടുക്കുക. ആ കണക്കെടുത്തിട്ട് ഡാറ്റ മുമ്പിൽ വെച്ചിട്ട് ആരാന്റെ സഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത സാധുക്കൾ എത്രയുണ്ട് നോക്കുക. അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരലാൻ നമ്മുടെ കടമ. ഒരു രാജ്യത്തിന്റെ പുരോഗതി ആ രാജ്യത്തെ പിന്നോക്കക്കാരെ കൈപിടിച്ച് പൊക്കലാണ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒബാമ വന്നപ്പോഴും പറഞ്ഞ അതാണ്. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ വന്നുകൊണ്ട് ലോക ബാങ്കിന്റെ അധ്യക്ഷനും പറഞ്ഞ അതാ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുത്താതാ. രണ്ടാളും ഒരു രാജ്യത്തെ ന്യൂനപക്ഷത്തെ മതസ്വാതന്ത്ര്യവും അസ്തിത്വവും നൽകി സംരക്ഷിക്കണം, വർഗീയത ഇല്ലാതാക്കണം, വിഭാഗീയത ഇല്ലാതാക്കണം. എന്നാൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുന്ന അവർ രണ്ടാളും പറഞ്ഞു. ബാക്കിയുള്ള വിഷയമൊക്കെ നമുക്ക് വിടാം, പ്രധാനപ്പെട്ട കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇത് എല്ലാവർക്കും ഈ മഹല്ലിന്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനം ഈ മഹല്ലിലെ സാധുക്കളെ മുഖ്യധാരയിൽ എത്തിക്കാൻ എന്താ മാർഗം? തുടങ്ങിയിട്ടില്ല അല്ലേ? ആ രജിസ്റ്റർ തുടങ്ങി, മഹല്ല് തുടങ്ങി. അപ്പൊ ഈ മഹല്ല് രജിസ്റ്റർ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ള എന്താ? ഒന്നാം ഘട്ടം മഹല്ലിലെ സാധുക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അതിനെന്താ വേണ്ടത്? അതിന് നമുക്ക് ശരിക്കും ഒരു സ്ഥിരം റിലീഫ് കമ്മിറ്റി ആവശ്യം. ഒരു മഹല്ലിൽ ഏത് മഹല്ലത്തിലും ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു റിലീഫ് സംരംഭം അനിവാര്യമാണ്.
ഞാൻ 2 ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാം, സമയത്തിന്റെ കുറവിന്റെ 2 ഉദാഹരണം. ഒന്ന്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് തൃശ്ശൂർ ജില്ലയിൽ ഒരു മഹലിൽ ജോലി ചെയ്തിരുന്നു. ആ മഹലിൽ അദ്ദേഹം ആദ്യം ചെന്നപ്പോൾ അദ്ദേഹം ചെയ്തത് ഇതുപോലത്തെ ഒരു ഫോം ഉണ്ടാക്കി കുറച്ച് കുട്ടികളൊക്കെ സഹകരിപ്പിച്ച് ആ കുട്ടികളെ കൊണ്ട് നല്ല മനോഹരമായിട്ട് ഡാറ്റ ശേഖരിച്ച് കമ്പ്യൂട്ടറിലാക്കി. എന്നിട്ട് ആദ്യം അദ്ദേഹം നോക്കിയത് പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത എത്ര ആൾ ആ മഹല്ലത്തിലുണ്ട് എന്നാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അയാൾ ആ 200 വീടുള്ള ആ മഹലിൽ 17 വീടുകൾ അയാൾ കണ്ടെത്തി. 17 വീട്ടുകാർക്ക് ഒരു നിലക്കും പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ആരാന്റെ സഹായം കൂടാതെ അത് 17 വീട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ 17 വീട് അയാൾ കൃത്യമായി മാർക്ക് ചെയ്തു. ആ 17 വീടിന്റെ ലിസ്റ്റ് പള്ളിയിൽ സൂക്ഷിച്ച് പരിശുദ്ധ റമദാൻ വന്ന ആമുഖമായി പ്രസംഗം നടത്തി. പ്രസംഗിച്ചിട്ട് ആ മഹല്ലത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ അനിവാര്യത. സക്കാത്തിന് പുറമെ ഐച്ഛിക ദാനമായി സ്വതക്ക കൊടുക്കുന്നതിന്റെ പുണ്യം ശരിക്ക് ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തി പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. ഈ വർഷം മുതൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്നോടൊന്ന് പറയണം. നിങ്ങളെ സക്കാത്തിന്റെ കണക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാനൊന്ന് ഇടപെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ആ മഹല്ലത്തിൽ 1 ലക്ഷം, 2 ലക്ഷം, 50,000, 25,000, 10,000 ഒക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. ബാങ്ക് നിക്ഷേപത്തിന്റെ 2.5% കൊടുക്കണ്ടേ? ഒട്ടുമിക്ക ആളുകൾക്കും അത്യാവശ്യം ബാങ്ക് നിക്ഷേപമൊക്കെ ഉണ്ടാവും. നല്ല സ്വത്തുള്ള ആളുകളുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അവന്റെ കച്ചവടത്തിന്റെ വിറ്റുവരവും ആ കടയിൽ ഒരു കൊല്ലം അവൻ സൂക്ഷിച്ചിട്ടുള്ള മുതല് അതിന് വിലക്കെട്ടിയിട്ട് കടമുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള കടം, ഇത് 3ഉം കൂട്ടിയിട്ട് അതിന്റെ സക്കാത്തും കൊടുക്കണം. ചില്ലറ കാര്യമൊന്നുമല്ല സക്കാത്ത്, 2.5% ശരിയാ, പക്ഷെ കൊടുക്കാൻ ഞാൻ മുഴുവൻ ഹറാമാവും. ഹറാമാ തിന്നുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഹറാമായ മുതല് തടിമക്കേറ്റാൽ മക്കൾ വരെ ഹറാമില വരിക. ഭാര്യയുടെ ഗർഭത്തിൽ വളരുന്ന ബീജം വരെ ഹറാമാകും, പിന്നെ ജനിക്കുന്ന കുട്ടി ഹറാമാകും, കുടുംബം ഹറാമിലാവും. വഖദ് ഹുദിയ ബിൽ ഹറാം എന്ന് പറഞ്ഞതാ. പിന്നെ ദ്വാരനാ പോലും ഉത്തരം കിട്ടൂല, ദ്വാര സമ്മേളനം നടത്തിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കയ്യെ വന്നിച്ച് റബ്ബന ആത്തിന എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല. മത്അമുഹു ഹറാം വ മൽബസുഹു ഹറാം വഖദ് ഹുദിയ ബിൽ ഹറാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും ഹറാമിന്റെ മക്കളാവും. ലാ യജ്അല ഫീക തുറാബ, നീ മണ്ണ് വാരി തിന്നലാ നല്ലത്, മണ്ണ് വാരി തിന്നലാ ഖൈർ, അതാ നല്ലത്. മിൻ അൻ തജ്അല ഫീഹി തുആമൻ ഹറാമ, ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് മണ്ണ് വാരി തിന്നല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ബോധവൽക്കരിക്കണം. കമല ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഈ ആളുകളൊക്കെ സക്കാത്തിന്റെ കണക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. എനിക്ക് ഇത്ര 1 ലക്ഷം സക്കാത്തിന്, എനിക്ക് 50,000 ഉണ്ട്, ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന ഉദാഹരണം 50,000 രൂപ സക്കാത്തിന്റെ പൈസ കൊടുക്കാണ്ടെങ്കിൽ അതിന്റെ നേർപകുതി 25,000 നിങ്ങൾ സാധാരണ കൊടുത്തു വന്നിരുന്ന ആൾക്കാർക്ക് കൊടുത്തോ. ബാക്കിയുള്ള 25,000 നമ്മുടെ ഈ മഹലിലെ സാധു കുടുംബത്തിന്റെ 17 ലിസ്റ്റ് ഉണ്ട്. 1ാമത്തെ വീട്ടിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടു കൊടുത്തു. ഒരു 10 ആളത് 1ാമത്തെ വീട്ടിൽ കാലന്നെ തിരിച്ചുവിട്ടു, അവരെന്നെ കൊടുക്കണം. അതിന് പുറത്തെ കമ്മിറ്റി ഒന്നും വേണമെന്നില്ല, അവരെന്നെ കൊടുത്തോളൂ, അവർക്ക് ബോധ്യവുമല്ലോ. നിങ്ങൾ കൊണ്ടുപോകാതെ വീടാണ് കാണിച്ചു കൊടുത്താൽ അതാ വീട്ടിലതാ. ദാരിദ്ര്യത്തിന്റെ നീരാളിപ്പെടുത്തി നിങ്ങളെ സക്കാത്തിന്റെ നേർപകുതി അവിടെ കൊണ്ട് കൊടുക്കും. ബാക്കി 50% നിങ്ങൾ ഉൾക്കാച്ച കൊടുത്തോ, അവകാശികളെ തേടി പിടിച്ചോ. ഇതിന്റെ അവകാശി മൂക്കിന്റെ മുമ്പിലുണ്ട്, മൂക്കിന്റെ മുമ്പിൽ അവകാശം ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് വല്ലാതെ കൊണ്ടോണ്ട. ഹുക്കുമും നിയമമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 17 വീടുകളിലേക്ക് അതേ മഹല്ലത്തിലെ സമ്പന്നരായ ആളുകളുടെ സക്കാത്ത് ഒഴുകി. അവിടെ കൊച്ചി ഹാർബറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പലരും ഉണ്ട്. സക്കാത്ത് കൊടുക്കേണ്ട നല്ലൊരു ശതമാനം ആളുകൾ അവരെ സക്കാത്ത് 2 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് 2 കുടുംബത്തിന് ഭദ്രമായ വീടുണ്ടാക്കാൻ പറ്റി. 1-2 കുട്ടികൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റി. 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പറ്റി. ആ മഹല്ലത്ത് 2 വർഷം കൊണ്ട് ഈ പുരോഗതി ശരിക്കും കണ്ടു. 17 വീടേ ഉള്ളൂ, അവരെ നമ്മളെ കൂടെ എത്തിക്കാൻ അവർ മത്സരിച്ചു. എത്ര മാറ്റം വന്നു എന്നറിയാം. ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് മഹല്ല് കമ്മിറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. വെട്ടുപാറ മഹലിൽ സാധുക്കളായ എത്ര സഹോദരങ്ങൾ, വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹ കമ്പോളത്തിൽ എടുക്കാച്ചരക്കായി കഴിയുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ചികിത്സക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഒരു നല്ല വീട് വെച്ച് കഴിയാൻ ആഗ്രഹിക്കുന്ന പാവങ്ങൾ, കടം കൊണ്ട് വലഞ്ഞവര്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 2 അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെട്ട് നരകിക്കുന്ന സാധുക്കൾ ഈ ഇരിക്കുന്ന കസേര തന്നെ ഉണ്ടാവും. ഒന്നിങ്ങനെ പരതി നോക്കിയാൽ നമുക്ക് എൻ്റെ വേദന മനസ്സിലാവും. നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടോ? അവന്റെ വിഷമം അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മഹല്ല് നന്നാക്കാൻ അവനോ അവന്റെ മകനോ കള്ളു കുടിച്ചാൽ മാത്രം ഇടപെട്ടാൽ പോരാ, പട്ടിണി കിടക്കുമ്പോൾ ഒന്ന് സഹായിക്കാനും കൂടി വരണം. എന്നാൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും.
വായെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കാനും നമ്മൾ ഇറങ്ങി വരണം. അതാണ് ഒരു മഹല്ലത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്തൊരു മഹല്ലത്തിൽ ഒരു മുദരിസിനുണ്ടായ അനുഭവം അദ്ദേഹം എന്നോട് വിശദീകരിച്ചപ്പോൾ ഞാൻ വളരെയധികം ലജ്ജിച്ചു പോയി. അയാൾ ആ സ്ഥലത്ത് നിന്ന് ജോലി മാറി മറ്റൊരു സ്ഥലത്ത് വന്നപ്പോൾ സൗകര്യം കിട്ടിയപ്പോൾ യാത്രയിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. ആളെയും മറ്റൊക്കെ പറയുന്നൊരു സുഖകരമല്ലല്ലോ എന്ന് കരുതിയിട്ടാ. അയാൾ ജോലി ചെയ്ത മഹല്ലിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാ. ചായത്തോട്ടം എന്നൊക്കെ പറയുമ്പോഴേക്കും സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടോ. അങ്ങനെ പാടിയിൽ ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ ജോലി ചെയ്ത് പ്രയാസപ്പെട്ട ഭാര്യ രോഗിണിയായി, കുറെ മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് എത്തുന്നില്ല, ഭാര്യ മരിച്ചുപോയി. ഈ പാവം മനുഷ്യന് 4 പെൺമക്കളുണ്ട്. അതിൽ ഏറ്റവും ഇളയ മകൾ, ആ ഇളയ മകളും ചായത്തോട്ടത്തിലാണ്. 3 മക്കളും 4 മക്കളും ചായത്തോട്ടത്തിൽ ചപ്പ് നുള്ളുന്ന പണിയാണ്. സാമ്പത്തികമായി പ്രയാസമൊന്നുമില്ല, ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ മക്കളെ ഒറ്റൊന്നിനും കെട്ടിച്ചിട്ടില്ല. വിവാഹത്തിന്റെ മാർഗം തെളിയാതെ സാധുവായി നിൽക്കുന്ന ഈ മനുഷ്യന്റെ താഴെ ചെറിയ മകളെ ഇവരെ കൂട്ടത്തിൽ തന്നെ ജോലി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിൽ വന്ന് പള്ളിയിലൊക്കെ ഒന്ന് നിസ്കരിച്ച് ആളുകളോടൊക്കെ ഒന്ന് സലാം പറഞ്ഞ് സംസാരിച്ച് അവൻ ആളുകളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി ഇങ്ങനെ ഒരു ഉഷാറായിട്ട് അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അവൻ ഒരു ദിവസം നേരെ വന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങളെ ചെറിയ മകളെ ഞാൻ കല്യാണം കഴിച്ചോളാം. മറ്റേ 3 മക്കളെ വിവാഹം കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല പ്രായത്തിൽ നിൽക്കുന്നവളായതുകൊണ്ട് അവരെ ഞാൻ കല്യാണം കഴിച്ചോളാം, ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇയാൾക്കൊരു താല്പര്യം. അയാൾ വിവാഹം കഴിക്കാൻ പള്ളിയിൽ പറഞ്ഞു. പള്ളിയിൽ രജിസ്റ്റർ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് വിവാഹം നടത്തി. ചില്ലറ അന്വേഷണമൊക്കെ നടത്തി, അത്രയേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് ഇവർ 2 പേരും ഒരു ലോഡ്ജിൽ താമസമാക്കി. അവനും ജോലിയുണ്ട്, ഇവൾക്കും ജോലിയുണ്ട്. 2 പേരും ചായത്തോട്ടത്തിലാണ്. ഒരു 2-3 മാസം ഇങ്ങനെ പോയി. 3 മാസം ആകുമ്പോഴേക്കും ഇവൻ ഏത് പെണ്ണിനും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ വളയും ഒരു കാതിലെന്തെങ്കിലുമൊക്കെ ദ്വാരം അടയുന്നതിന് വേണ്ടി എന്തെങ്കിലും വെക്കുമല്ലോ. ഇതൊക്കെ ഇവനൊരു അത്യാവശ്യത്തിന് വേണ്ടി അവളോട് ചോദിച്ചു വാങ്ങി. ഈ സ്വർണവും കൊണ്ട് ഇവൻ എങ്ങോട്ടോ പോയി. ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. കൃത്യദിവസം വന്നില്ല. വരാമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല എന്ന് മാത്രമല്ല, ബന്ധപ്പെടാനും കഴിയുന്നില്ല. അന്ന് ഇത്രയധികം മൊബൈലും മറ്റൊന്നുള്ള സമയമല്ല. അവസാനം ഇവൻ തന്നിരുന്നൊരു അഡ്രസ്സ് വെച്ച് പൂർണ്ണമായ അന്വേഷണത്തിന് വേണ്ടി ഇയാൾ കൊല്ലം ജില്ലയിൽ പോയി, തെക്ക് ഭാഗത്താണ്. അന്വേഷണം നടത്തി നോക്കുമ്പോൾ അങ്ങനെ ഒരു മഹല്ലത്തിൽ ഒരാളില്ല. ഏതോ ചില കൂട്ടുകാരെ നേരത്തെ ഫോൺ ചെയ്ത് ബോധ്യപ്പെടുത്തി ഇവൻ അങ്ങനെ ഇയാളെ ബോധ്യപ്പെടുത്തിയതാ. അങ്ങനെ ഒരു അഡ്രസ് ഇല്ല, വ്യാജമാണെന്ന് അറിഞ്ഞു എന്ന് മാത്രമല്ല, ബുദ്ധിമുട്ടായി ഈ പെണ്ണ് ലോഡ്ജിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. ശ്രദ്ധിക്കണം സംഗതി. അവസാനം ഈ പെൺകുട്ടി, പെണ്ണല്ലേ, അവളെ കയ്യിൽ നിന്ന് വിവരം ചോർന്ന് അവളെ കൂട്ടുകാരിയോട് സംസാര മധ്യേ പുറത്തു വന്ന് അങ്ങനെ വീട്ടിലും പുറത്തുമൊക്കെ ചെറുതായി ഇങ്ങനെ വിവരം അറിഞ്ഞു. ഇവൻ മാർക്ക കല്യാണം പോലും കഴിക്കാത്ത, സുന്നത്ത് കല്യാണം പോലും കഴിക്കാത്ത അമുസ്ലിമായിരുന്നു. തൊപ്പി വെച്ച് വെറുതെ ബോധ്യപ്പെടുത്തി വിവാഹം കഴിച്ചതാണ്. ഇവൻ അവളെ ഉപയോഗിക്കണമെന്നും ഈ പണ്ടം വേണമെന്നുള്ള താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും നടന്നു.